തൊഴിലാളി ഐക്യം രൂപപ്പെടേണ്ടതിൻ്റെ ആവശ്യകതയൊക്കെ കുറിച്ച് ചർച്ച ചെയ്യുന്ന ഈ ഘട്ടത്തിൽ CITU 18ാമത് അഖിലേന്ത്യാ സമ്മേളനം നടക്കുന്ന ഈ വേളയിൽ ഇന്ന് ഓർക്കപ്പെടേണ്ട ഒരു മനുഷ്യൻ്റെ പേര് കൂടെയുണ്ട്. സഫ്തർ ഹാഷ്മി. അസംഘടിത തൊഴിലാളികളെ സംഘടിപ്പിക്കാനും മർദ്ദിതർക്കും ചൂഷിതർക്കും വേണ്ടി സംസാരിക്കാനും തെരുവുകൾ നാടകവേദിയാക്കിയ സഫ്തർ ഹാഷ്മിയെ ഓർക്കാതെ ഇന്നത്തെ ദിവസം കടന്നു പോകില്ല. ഫാസിസത്തിനും മുതലാളിത്ത ചൂഷണത്തിനുമെതിരെ തെരുവുകളെ നാടകവേദിയാക്കിയ സഫ്തർ ഹാഷ്മിയുടെ രക്തസാക്ഷി ഇന്നേക്ക് 37ാം വർഷം. ലോകം കൂടുതൽ മെച്ചപ്പെട്ടതായി കാണാൻ സ്വപ്നം കാണുന്നവർക്ക് ഇന്നും ഊർജ്ജമാണ് സഫ്തർ ഹാഷ്മിയുടെ ഓർമ്മകൾ. ചരിത്രത്തിലേക്ക് കാതോർത്താൽ ഇന്നും കേൾക്കാം ഇന്ത്യയുടെ തെരുവുകളിൽ നിന്ന് ഹല്ലാ ബോലെന്ന്. പുരോഗമന വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾക്കും തൊഴിലാളി വർഗങ്ങൾക്കും ഊർജം പകരുന്ന മുദ്രാവാക്യം. പോരാട്ടം നാടകമാക്കിയും നാടകം പോരാട്ടമാക്കിയും ജീവിച്ചു മരിച്ച സഫ്തർ ഹാഷ്മിയുടെ ഉറച്ച വാക്കുകൾ. ആഗോള മുതലാളിത്തം എങ്ങനെയാണ് മുഴുവൻ തൊഴിലാളി വർഗത്തെയും ഇരയാക്കുന്നത് എന്നായിരുന്നു സഫ്തർ തന്റെ നാടകങ്ങളിലൂടെ നിരന്തരം പറഞ്ഞു വച്ചത്. 1989 ജനുവരി 2 കോൺഗ്രസ് ഗുണ്ടകളിലെ കുത്തേറ്റ് സഫ്തർ ഹാഷ്മി മരിച്ചു വീഴുമ്പോൾ ഹല്ലാ പോലെന്ന തെരുവു നാടകം അവതരിപ്പിച്ച് തീർന്നിരുന്നില്ല. ഗാസിയാബാദിനടുത്തുള്ള ജന്താപൂരിലെ CITU ധർണാവേദിയിൽ ഐക്യദാർഢ്യം അർപ്പിച്ചുകൊണ്ടായിരുന്നു അന്ന് ആ നാടകം അരങ്ങേറിയത്. സഫ്തർ ഓർമ്മയായതിന്റെ പിറ്റേന്ന് ജീവിതസഖി മൊലായ് ശ്രീ സഫ്തറിന് മുഴുമിപ്പിക്കാൻ കഴിയാതെ പോയ ആ തെരുവു നാടകം അതേ തെരുവിൽ സഫ്തർ അവസാനിപ്പിച്ചെടുത്തു നിന്നും തുടർന്ന് അഭിനയിച്ചു. തൊഴിലാളി വർഗത്തിന്റെ പോരാട്ടത്തിന്റെ ചരിത്രത്തിന്റെ മറ്റൊരേടായി ആ നാടകാവതരണം മാറി. തൊഴിലാളി വർഗ വിമോചനങ്ങൾക്ക് വേണ്ടിയും ഭരണവർഗ നിഷ്ഠൂരങ്ങൾക്കെതിരെയും സഫ്തർ തന്റെ നാടകങ്ങളെ ആയുധമാക്കിയപ്പോൾ ജനം എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെട്ടിരുന്ന ജനനാട്യമഞ്ച ജനങ്ങളുടെ തന്നെ പ്രതിഫലനമായി ഗലികളിൽ കയറിയിറങ്ങി. ഇന്നും അത് തുടരുന്നു, വർഗീയ വിമോചന സമരങ്ങൾക്ക് മാറ്റുകൂട്ടിക്കൊണ്ട്. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്.